എല്ലാവർക്കും അഞ്ജലീന ഫാഷൻസിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യത്തെ ദിവസം നമ്മൾ അത്യാവശ്യം സ്ട്രൈറ്റ് ലൈൻസ്, ഫോൾഡിങ് സ്റ്റിച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു കർവ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം സെമി സർക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ സർക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ ഗ്യാതറിംഗ് ഒക്കെ എടുക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയൊരു പെറ്റിക്കോട്ട് ഇതെല്ലാം കൂടി കവർ ചെയ്ത ഒരു ചെറിയ പെറ്റിക്കോട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം ബേസിക് അറിയാത്തവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനും മാത്രമുള്ളവർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ ഐറ്റംസ്, അതായത് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ഒന്നും നോക്കിയിട്ടില്ല, ഹുക്ക്, ഹെമ്മിങ്, പിന്നെ ബട്ടൺ വെക്കൽ, ഇതൊന്നും നോക്കിയിട്ടില്ല. ഇതൊക്കെ ഓരോ ഐറ്റംസ് പഠിച്ചു വരുമ്പോൾ അതായിട്ട് റിലേറ്റഡ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഓർമ്മ നിൽക്കാനും നല്ലത്. പിന്നെ നമുക്ക് ആ ഒരു പ്രാക്ടീസ് അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പാണ്. ഇപ്പം നമ്മൾ ഒരു ഫുൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത്രയുള്ള ഒരു ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അതിൽ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ മെയിനായിട്ട് ഇഷ്യൂ വരുന്നത് ഒന്ന് നെക്കിന്റെ കർവൊക്കെയാണ്. നെക്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് നെക്ക് ചെയ്യാം. ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടും. ആദ്യം നമുക്ക് ക്യാൻവാസ് ഒക്കെ ഇല്ലാണ്ട് ചെയ്യാം. അപ്പം നമുക്ക് ക്യാൻവാസ് എന്താണെന്ന് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഇതാണ് പേപ്പർ ക്യാൻവാസ്. ക്യാൻവാസ് പല ടൈപ്പ് ഉണ്ട്. ഇത് പേപ്പർ ക്യാൻവാസ് ആണ്, അധികം കട്ടിയില്ലാത്ത ടൈപ്പാണ്. ഇത് നമ്മുടെ ഈ നെക്കിൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നെക്ക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒരുവിധം ഈ ഒരു ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയി വരാറുണ്ട്. പിന്നെ അടുത്ത പ്രോബ്ലം വരുന്നത് ആം ഹോളിലാണ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ കർവ്സ് വരിക, ചുളിവുകൾ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വരിക. ഇതൊക്കെ പിന്നെ ചെറിയൊരു ചെറിയൊരു കാൽക്കുലേഷനും ആണ്, എന്നാൽ ബാക്കിയൊക്കെ പ്രാക്ടീസും ആണ്. ചിലർക്ക് കാൽക്കുലേഷൻ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ കാൽക്കുലേഷൻ ഒഴിവാക്കി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പിന്നെ കാൽക്കുലേഷന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാം. അങ്ങനെ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് വൈസ് പോവാം. പിന്നെ നമ്മൾ ഒട്ടും അങ്ങനെ ഫാസ്റ്റ് ആയിട്ടല്ല പോകുന്നത്. ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ചെറിയ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നത്. അതിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള നെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് തുണി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കൊക്കെയാണ് നോക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ സ്ലീവ്സ് നോക്കും. അപ്പോൾ സ്ലീവ്സ് ഇങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസിലും ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു നല്ല അഡ്വാൻസ് ലെവൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ കർവ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ മെഷർമെന്റ് വേണം. ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്നാണെങ്കിൽ സെൽഫായിട്ട് എടുക്കാം. ഇപ്പം മറ്റുള്ളവരുടെ ബോഡിയിൽ നിന്നാണെങ്കിൽ മറ്റുള്ളവരുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ഈ ഒരു മാനിക്യൂർ വെച്ചിട്ട് കാണിച്ചു തരാം. ഷോർട്ട് ടോപ്പ് ആകുമ്പോൾ നമുക്ക് അധികം മെഷർമെന്റ് ഒന്നും ഇല്ല. നമുക്കൊരു ഓർഡറിൽ എങ്ങനെയൊന്ന് പറഞ്ഞു പോവാം. ആദ്യം മെയിൻ ആയിട്ട് നമുക്കിപ്പം അത് ഏത് മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് ആണ് വേണ്ടത്. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ, ഇപ്പം നമ്മൾ സെൽഫായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷോൾഡറിൽ ഒരു ഈ ഒരു സ്റ്റിച്ച് ലൈൻ ഉണ്ടാവും. ആ സ്റ്റിച്ച് ലൈൻ തൊട്ട് നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അതെടുക്കാം. പിന്നെ സെൽഫായിട്ട് എടുക്കുമ്പം എല്ലാവരും കാണിക്കുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ ഇങ്ങനെ ടേപ്പ് വെക്കും എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ടെടുക്കും. അപ്പം നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലെങ്ത് കുറച്ചായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഒന്നുകിൽ നമ്മളിപ്പം ഈ ഒരു ടേപ്പിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടെ വെക്കുക. അതിനുശേഷം നമ്മളിപ്പം സെക്കൻഡ് ലൈന് നമുക്ക് ഇവിടെ വരെയുള്ള അളവ് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൈ വെക്കുക. അതിനുശേഷം ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഏത് വരെയാണോ വേണ്ടത് അങ്ങനെ നോക്കിയെടുക്കാം. അതായത് സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് വേണം എപ്പോഴും മെഷർമെന്റ് എടുക്കുക. ഇനി നമ്മളിപ്പം മാനിക്യൂറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെയാണെങ്കിൽ ഇപ്പൊ 22 ആണ് ഇവിടെ ലെങ്ത് വരുന്നത്. ആ ഒരു മെഷർമെന്റ് എടുക്കുക. നെക്സ്റ്റ് ലെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ പോയാൽ മതി. ആദ്യം നമുക്ക് ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്. അപ്പോൾ 1, 2, 3 and 4 ഇങ്ങനെ ഒരു ഓർഡറിൽ പോയാൽ മതിയാവും. അപ്പം ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾഡറിന്റെ ഇവിടെ ഒരു എല്ലുണ്ടാവും. ഈ ഒരു എല്ല് മുതൽ ഈ ഒരു എല്ല് വരെ ബോൺ ടു ബോൺ ആണ് നമ്മൾ മെഷർമെന്റ് എടുക്കുക. ഇത് കോളർ നെക്കിനൊന്നും ബാധകമല്ല. നമ്മളിപ്പോൾ കോളറിനെ പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല. അത് കാരണം നമുക്ക് അതെല്ലാം പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ ഒരു സിമ്പിൾ ടോപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ബോൺ മുതൽ അടുത്ത ഒരു ബോൺ വരെ ബോൺ ടു ബോൺ എടുക്കുക. എനിക്ക് 13 ഇഞ്ചസ് ആണ് വരാറുള്ളത്. സോ 13 ഇഞ്ചസ്. ഇപ്പൊ മാനിക്യൂറിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെ ഇങ്ങനെ എടുക്കാം. നെക്സ്റ്റ് ചെസ്റ്റ് റൗണ്ട്. ഇപ്പൊ ടോപ്പിനൊക്കെ ബ്ലൗസിനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് ഒക്കെ 2 മെഷർമെന്റ് എടുക്കും. അപ്പർ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ് ഒക്കെ എടുക്കും. അതായത് ഈ ഒരു ഭാഗം ആംഹോളിന്റെ എവിടെയും സെന്റർ ഓഫ് ദ ബസ്റ്റും എടുക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് സെന്റർ മാത്രം എടുത്താൽ മതി. ബോഡി മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു 2 ഫിംഗർ ഇങ്ങനെ ഉള്ളിൽ വെച്ച്, അതായത് ഒരു ചെറിയ ലൂസിട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കാറുള്ളത്. അപ്പോൾ 33 നമ്മൾ ഫിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 33 വരും. 2 ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഒരു 34 ആയിട്ട് എടുക്കും. അതുപോലെ വേസ്റ്റ് എടുക്കുന്നത് നമ്മുടെ
ഈ ഭാഗമല്ല വേസ്റ്റ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്കേർട്ടിനാണ് ഈ ഭാഗത്തെ വേസ്റ്റ് മെഷർമെന്റ് എടുക്കുന്നത്. ടോപ്പിനൊക്കെ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ ഭാഗം, ഈ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയ ആണ് എടുക്കുന്നത് വേസ്റ്റ് ആയിട്ട്. അവിടെയും 2 ഫിംഗർ വെച്ചിട്ടാണ് എടുക്കുന്നത്. 30 ഇഞ്ചസ് എടുക്കുക. ഹിപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബട്ടൺ മാക്സിമം പ്രൊജക്ഷൻ വരുന്ന ഈ ഒരു ബട്ടക്കിന്റെ ഭാഗമാണ് എടുക്കുന്നത്. അതുപോലെ വയർ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നവർ ആ ഒരു പ്രൊജക്ഷനും കൂടി കണക്കാക്കി കുറച്ച് ലൂസ് ഇട്ടിട്ട് വേണം എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഭാഗം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു നമ്മുടെ വയറിന്റെ ആ ഒരു പ്രൊജക്ഷനും കൂടി കണക്കാക്കിയിട്ടാണ് എടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല, കുറച്ച് ലൂസ് ഇട്ടിട്ടാണ് എടുക്കുക. ഇവിടെ ഞാൻ 38 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ് ആൻഡ് ഹിപ്പ് സെയിം തിങ് തന്നെയാണ് നമ്മൾ മാനിക്യൂർ എടുക്കുകയാണെങ്കിലും. ചെസ്റ്റ് 2 ഫിംഗർ ഇങ്ങനെ ഉള്ളിൽ വെച്ച് എടുക്കുന്നുണ്ട്. വേസ്റ്റും അതെ 2 ഫിംഗർ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് മെഷർമെന്റ് എടുക്കുന്നുണ്ട്. ഹിപ്പിലും അതെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഇത്രയും കാൽക്കുലേഷൻസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് സ്ലീവ്. സ്ലീവിന്റെ ലെങ്ത് നമ്മളിപ്പോൾ ഷോൾഡർ എവിടെ വെച്ചിട്ടാണോ നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റ് എടുത്തത് അത് മുതൽ ഏതുവരെ വേണോ അതുവരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഇട്ടിരിക്കുന്നതിന്റെ അളവ് 15 ഇഞ്ചസ് ആണ്. ആ ഒരു ലെങ്ത് എടുക്കുക. റൗണ്ട് എടുക്കുമ്പോഴും അതെ, നമ്മൾ ഈ ഒരു റൗണ്ട് 2 ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിന്റെ പിടിച്ചിട്ട് ആ ഒരു അളവ് നോക്കിയാലും മതി. ഇല്ലെങ്കിൽ 2 ഫിംഗർ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് എടുക്കണം. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടേപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ സെൽഫായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ടേപ്പും കൂടി മേടിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തായാലും സ്ലീവിൻ്റെ മെഷർമെൻറ്റ് മോളുടെ അടുത്തുനിന്ന് ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ഇനി സ്ലീവ്സിന്റെ മെഷർമെന്റ് നമ്മൾ എവിടെയാണോ ഷോൾഡർ എടുത്തിരിക്കുന്നത് അത് മുതൽ ഇപ്പോൾ 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുവരെ എടുക്കും. ഇവിടെ 15 ഇഞ്ചസ് ആണ് വരുന്നത്. പിന്നെ സ്ലീവിന്റെ റൗണ്ട് 2 ഫിംഗർ ഇങ്ങനെ ഉള്ളിൽ വെച്ച് ലൂസായിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബൈസെപ്സിന്റെ ഭാഗം എടുക്കും. ഈ ഒരു മസിൽ പോർഷൻ വരുന്ന ഭാഗം എടുക്കാറുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറിയ ലൂസായിട്ട് തന്നെ 2 ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് തന്നെ എടുക്കും. അതുപോലെ ആം ഹോള് നമുക്ക് അങ്ങനെ ഫിംഗർ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് അതിന്റെ റൗണ്ടാണ് എടുക്കുക. ഇവിടെ ഇപ്പോൾ 14 ഇഞ്ചസ് ആണ് വരുന്നത് ആം ഹോളിന്റെ. അപ്പം മെയിനായിട്ട് ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, പിന്നെ സ്ലീവിന്റെ റൗണ്ട്, ഈ ബൈസെപ്സിന്റെ റൗണ്ട്, പിന്നെ ആം ഹോള്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനിയുള്ളത് നെക്ക് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഷോൾഡറിൽ ടേപ്പ് വെച്ചതിന് ശേഷം ഏതുവരെയാണോ വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 4.5 ആണ് വേണ്ടെങ്കിൽ 4.5 വെച്ചിട്ട് ഈ ടേപ്പ് ഇങ്ങനെ ഒന്ന് മടക്കി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതുവരെയാണ് നെക്കിന്റെ ലെങ്ത് വരുന്നതെന്ന്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ വേറൊരു രീതിക്ക് എടുക്കുക ഇങ്ങനെ ക്രോസ് ആയിട്ട്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഒരു 5 ഇഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിപ്പം ഇങ്ങനെ അതേ 5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു 6.5 ഒക്കെ വരുന്നുണ്ടാവും. എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് അതേ രീതിക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യണം. ഞാൻ സാധാരണ ഇങ്ങനെ സ്ട്രൈറ്റ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബാക്കും എടുക്കുന്നത്. ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ടേപ്പ് വെക്കുന്നു. ഇപ്പോൾ എത്രയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ ഇതുവരെ ആണെങ്കിൽ ഈ ഫോൾഡിങ്ങിന്റെ ഭാഗത്ത് 3 ഇഞ്ചാണ് കാണിക്കുന്നത്. ഇത്ര വരുവാണെങ്കിൽ അത് 3 ഇഞ്ചാണ് നെക്കിന്റെ ലെങ്ത്. പിന്നെ നെക്കിന്റെ വിഡ്ത്ത് സാധാരണ നമ്മൾ എടുക്കാറില്ല. എങ്ങാനും ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നമ്മൾ ഈ ഷോൾഡറിന്റെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ ബേസിക് സ്റ്റിച്ചിങ് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചുരിദാർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ചെയ്തതുപോലെയല്ല, ഇനി നമുക്ക് ശരിക്കും ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രോ ചെയ്ത് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാറ്റേൺ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു 2 പാറ്റേൺ ആയിട്ട് വരച്ച് വെക്കുന്നതാണ് നല്ലത്. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇത് നെക്ക്, ഷോൾഡർ, 2 ഭാഗത്തും ഷോൾഡർ, ആം ഹോളിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റ്, വേസ്റ്റ്, ദെൻ ഹിപ്പ്. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പോൾ ഷോർട്ട് ടോപ്പ് ആകുമ്പോൾ നമ്മളിവിടെ സൈഡിൽ വേണമെങ്കിൽ സ്ലിറ്റ് ഒക്കെ കൊടുക്കാം. ചെറിയൊരു 1 or 2 ഇഞ്ച് സ്ലിറ്റ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് എഴുതി വെക്കണം. അതുപോലെ സ്ലീവിൻ്റെ റൗണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കണം. പിന്നെ ഇത് ഇങ്ങനെ ഒരു ഫുള്ളായിട്ടും പിന്നെ നമ്മൾ വെട്ടുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഹാഫ് പോർഷനാണ് വെട്ടാറുള്ളത്. അപ്പോൾ അതുമൊക്കെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് വെക്കുന്നത് നല്ലതാണ്.
ഇപ്പം ഇതാണ് ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ലൈൻ ഇതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ലെങ്ത്. ഈ കാണുന്നതാ ഈ ഒരു ഫുൾ ലൈനാണ് ഷോൾഡർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ചെസ്റ്റ്, ഇതാണ് വേസ്റ്റ്, ഇതാണ് ഹിപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഈ വരുന്ന ലെങ്ത് ആണ് സ്ലീവ് ലെങ്ത്. സ്ലീവ് ലെങ്ത് ഈ വരുന്ന ഇതാണ് സ്ലീവ് റൗണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള ലൈനാണ് ബൈസെപ്പ്. ഇതിന് നമ്മൾ ബൈസെപ്സ് എന്നാണ് പറയാ. ദെൻ ഈ ഒരു റൗണ്ടാണ് ആം ഹോൾ. ഇതിനെ റിഗാൾ എന്നും പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഒരു മെഷർമെന്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെങ്ത്, ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, സ്ലീവ് ലെങ്ത്, സ്ലീവ് റൗണ്ട്. ഈ സ്ലീവ് റൗണ്ട് ഇപ്പം സപ്പോസ് നമ്മൾ ഇത്രയുള്ള ഈ ഒരു ബൈസപ്പിൻ്റെ അത്രയുള്ള സ്ലീവാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. ഒന്ന് സ്ലീവ് ലെങ്ത് ഉണ്ടാവും, സ്ലീവ് റൗണ്ട്. നമ്മൾ ഈ താഴ്ഭാഗത്ത് എടുക്കുന്നതിന് പകരം ഈ ബൈസപ്പിൻ്റെ ഭാഗത്തുള്ള റൗണ്ട് എഴുതും, എന്നിട്ട് അത് മാത്രം എഴുതിയാൽ മതി. പക്ഷേ നമ്മളിപ്പോൾ 3/4 സ്ലീവ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ താഴെയുള്ളതാണ് സ്ലീവ് റൗണ്ട്, മുകളിലുള്ളതാണ് ബൈസെപ്സ്. ഇത്രയാണ്. ഇനി ആം ഹോൾ ഉണ്ട്. ആം ഹോള് ARMHOL, ആം ഹോൾ ഓർ റിഗാൾ. പിന്നെ വേണ്ടത് നെക്ക് ലെങ്ത്. നെക്ക് ലെങ്ത് ബാക്കും ഉണ്ട് ആൻഡ് ഫ്രണ്ട്. ഇത് രണ്ടും വേണം. നെക്ക് വിഡ്ത്ത് ചിലരെടുക്കാറുണ്ട്. നോർമലി നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് 7 ഇഞ്ചസ് ആണ് എടുക്കാറുള്ളത്. ഇനി ഈ ഷോൾഡറിന്റെ വിഡ്ത്ത് കുറയ്ക്കൽ, കൂട്ടൽ, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നെക്കിന്റെ വിഡ്ത്ത് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ഷോൾഡറിന്റെ കാൽക്കുലേഷൻ ഒക്കെ മാറി വരും. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കുന്നുള്ളൂ. ഇപ്പം ഒന്നും നോക്കുന്നില്ല. ഇപ്പം സിമ്പിളായിട്ട് ടോപ്പിനുള്ള മെഷർമെന്റ്സ് നമ്മൾ ഇത്ര എഴുതി വെക്കുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ അളവെടുക്കുന്നതിന് പഠിച്ചു, അതുപോലെ മറ്റൊരാളുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ പഠിച്ചു. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു റെഡി ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, കറക്റ്റ് അളവാണെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള അളവെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പം. ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഷോർട്ട് ടോപ്പ് ആയിട്ടില്ല, ഇതിപ്പോൾ ഒരു നൈറ്റിയാണ്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ടോപ്പിന്റെ പോലെ തന്നെ മോഡലിലുള്ള നൈറ്റിയാണ്. ലെങ്ത് മാത്രം തന്നെ കൂടുതൽ വരുന്നുള്ളൂ. അപ്പം തൽക്കാലം എൻ്റെ അടുത്ത് വേറെ ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് അളവ് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അളവെടുക്കുമ്പോഴത്തേക്ക് ലെങ്ത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ്. ഷോൾഡറിന്റെ അവിടെ വെക്കുന്നു, നേരെ എത്രയാണോ നമുക്ക് നീളം വേണ്ടത്. അപ്പം നമുക്ക് ഏതാണ്ട് ഹിപ്പിന്റെ താഴെ വരെയാണ് ഏകദേശം ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 25 അതാണ് ലെങ്ത് വരുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് ഷോൾഡർ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ഈ ഷോൾഡറിൽ ഈ സ്റ്റിച്ച് മുതൽ അടുത്ത സ്റ്റിച്ച് വരെ. ഇതിപ്പം ഒരു 11.5 ആണ് വരുന്നത്. ഇതൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് ഇച്ചിരി ചെറുതുപോലെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സാധാ ടോപ്പാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മെഷർമെന്റ് എടുക്കാം. എത്രയാണോ അളവ് വരുന്നത് അത് എഴുതുക. അടുത്ത് നമ്മൾ ചെസ്റ്റ് നോക്കുന്നത് ഈ ആം ഹോളിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്താണ് നോക്കുന്നത്. ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെ വരെ. പിന്നെ ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഫോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് അളവെടുക്കണം, ഇല്ലെങ്കിൽ ഷോർട്ടേജ് വരും. അപ്പോൾ ഇതൊരു 17 ഇഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ബോഡിയുടെ ഹാഫ് മെഷർമെന്റ് ആണ്. നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും മാനിക്യൂറിൽ എടുത്തപ്പോഴൊക്കെ നമ്മൾ ഫുൾ റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് അതിൻ്റെ ഹാഫാണ്. അപ്പോൾ ഫുൾ റൗണ്ട് വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. നമ്മൾ ഏതാണോ അളവെടുക്കുന്നത് അത് എഴുതി വെക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. ഇത് 15.5 ആണ് വേസ്റ്റ് മെഷർമെന്റ് വരുന്നത്. ഹിപ്പ് നമ്മൾ എവിടെയാണോ ലെങ്ത് എടുത്ത് അവസാനിപ്പിച്ചത് അവിടെയാണ് നമ്മൾ ഹിപ്പ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 19.5 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോൾഡറായി, ചെസ്റ്റായി, വേസ്റ്റായി, ഹിപ്പായി. ഇനി നമുക്ക് നോക്കേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് എത്രയാണോ നീളമുള്ളത് അതാണ് സ്ലീവ് ലെങ്ത് ആയിട്ട് വരുന്നത്. ഇത് 4 ഇഞ്ചാണ് വരുന്നത്. ഇനി വേണ്ടത് സ്ലീവ് റൗണ്ട് ആണ്. ഇതും ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ റൗണ്ട് എടുക്കും. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഹാഫാണ് കിട്ടുന്നത്. ഇവിടെ വരുന്നത് 6.5 ആണ്.
അപ്പോൾ ഈ ഒരു റൗണ്ട് ഇതിപ്പം ചെറിയ കൈയാണ്, വലിയ കൈയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്തുള്ളതും എടുക്കും, അതുപോലെ കൈയുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്തുള്ളതും എടുക്കും. ഇനി വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ നമ്മളിങ്ങനെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചിട്ടാണ് എടുക്കാറുള്ളത്. ഇവിടെ ഇപ്പം 9.25 ആണ് വരുന്നത്. അപ്പം 0.25 ഒന്നും വലിയ ഡിഫറൻസ് വരില്ല. നമുക്കൊരു 9 ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ടേപ്പ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഏത് വരെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് എത്രയാണോ വരുന്നത് അതാണ് നെക്ക് ലെങ്ത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് 4 ഇഞ്ചസ് ആണ്. അതുപോലെ ബാക്ക് നെക്ക് ഇത് ചെറിയ നെക്കാണ്, ഇതൊരു 1 ഇഞ്ച് തന്നെ വരുന്നുണ്ടാവുള്ളൂ. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഒരു 1.5 അത്ര തന്നെ ഉള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള നെക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അളവെടുക്കാറില്ല, 1.5 തന്നെയാണ് ഇതിനങ്ങനെ കൊടുത്തു വിടാറാണ് ചെയ്യാറുള്ളത്. പിന്നെ വിഡ്ത്ത് നമുക്ക് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം. ഇവിടെ ഇപ്പം 7 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അളവായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മെഷർമെൻറ്റ് തന്നെ അത്യാവശ്യം നമ്മുടെ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ചേർത്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.